അധികം പേർക്ക് ഇഷ്ടമല്ലാത്തതും എന്നാൽ എൻ്റെ പ്രിയപ്പെട്ട ബ്രേക്ക്ഫാസ്റ്റാണ് ഉപ്പുമാവ്. പണ്ട് നാട്ടിൽ പോകുമ്പോൾ അമ്മയോട് എപ്പോഴും പറയും, എനിക്ക് എന്ന് റവ ഉപ്പുമാവ് ഉണ്ടാക്കി തരാൻ രാവിലെ. അമ്മയുടെ റവ ഉപ്പുമാവിൻ്റെ ഒരു രുചി. ഇവിടെ പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എണ്ണ ചൂടാകുമ്പോൾ കടുകിട്ട് അത് പൊട്ടുമ്പോൾ 2 ടേബിൾ സ്പൂൺ ഉഴുന്നിട്ട് അത് ഒരു ചെറിയ ബ്രൗൺ കളറാകുമ്പോൾ അതിലേക്ക് നമ്മളെടുത്ത് വെച്ച് ചെറുതായിട്ട് അരിഞ്ഞ് സവോളയും 4-5 പച്ചമുളകും ഒരു 2 ഇഞ്ച് നീളമുള്ള ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്. ഇഞ്ചി എപ്പോഴും ഇച്ചിരി കൂടുതലാകുന്നത് നല്ല ടേസ്റ്റ് തരും. ഇതിലേക്ക് ഞാൻ ചെറുതായിട്ട് ഒന്ന് സോട്ടയാകുമ്പോൾ ഇതിലേക്ക് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ച് ക്യാരറ്റൂടെ ചേർത്ത് കൊടുത്ത് ഒന്നുകൂടെ ഒന്ന് സോട്ടേ ചെയ്യണം. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് കാഷ്യൂവും കപ്പലണ്ടിയുമാണ്. ഇതൊന്ന് സോട്ടേ ചെയ്തിട്ടാണ് ഞാൻ കാഷ്യൂവും കപ്പലണ്ടിയും ചേർക്കുന്നത്. കാരണം ഇത് എൻ്റെ കയ്യിലിരിക്കുന്ന ഓൾറെഡി റോസ്റ്റഡാണ്. അല്ലെങ്കിൽ നമ്മൾ ആ ഉഴുന്ന് ചേർക്കുന്ന സമയത്ത് അത് ചേർത്ത് കൊടുക്കണം. ഇതിലേക്കൊരു സ്വല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഈ ക്യാരറ്റിനും ഈ ഉള്ളിക്കും ഉള്ളത് മാത്രം. കാരണം ഞാൻ എടുത്ത് വെച്ച് ബ്രോക്കൺ വീറ്റ് ഉപ്പിട്ടാണ് വേവിച്ചത്. അതിലേക്ക് കാഷ്യൂവും ആ കപ്പലണ്ടിയും റോസ്റ്റഡായിട്ടുള്ളത് ചേർത്ത് കൊടുത്ത് ഒന്നുകൂടെ സോട്ട് ചെയ്യുക. ഞാനിവിടെ 20 മിനിറ്റ് സോക്ക് ചെയ്ത് വെച്ചിരുന്ന നുറുക്ക് ഗോതമ്പ് ഉപ്പും 1/2 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് ഡബിൾ അളവിൽ വേവിച്ച് എടുത്തു. അതിൻ്റെ വെള്ളം വറ്റിച്ചെടുത്തു. നമ്മളൊരുമാതിരി ബിരിയാണി അരി വെക്കത്തില്ലേ, അതേപോലെ ഞാനിത് ചെയ്തത്. RKGയുടെ നെയ്യായിരുന്നു. നല്ല മണം. നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ബ്രോക്കൺ വീറ്റ് നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന കൂട്ടിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റണം. നന്നായിട്ട് വഴറ്റുമ്പോൾ അത് ഒന്നൊന്നേ തൊടാതെ വിട്ടിരിക്കും. ഇതിലേക്ക് ഞാൻ 1/2 കപ്പ് തേങ്ങ ചേർത്ത് കൊടുത്ത് ഒന്ന് തല്ലിപ്പൊത്തി വെക്കുക. ഇത് നമുക്കൊരു 10 മിനിറ്റ് അടച്ചു വെക്കാം. ഇതിലേക്ക് നമുക്ക് 2 സാധനം കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട്. 1 ടീസ്പൂൺ നെയ്യ്, അത് തികച്ചും ഓപ്ഷണലാണ്, പക്ഷെ നല്ലൊരു ഫ്ലേവർ തരുന്നത്. പിന്നെ നല്ല ഫ്രഷ് കരിവേപ്പില, അതൊന്ന് എൻ്റെ അമ്മയുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒന്ന് പിച്ചി ചിന്തിയിടുക. നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്തിട്ട് നമുക്ക് നെയ്യ് ഒഴിച്ച് നമ്മുടെ ഇച്ചിരി കരിവേപ്പിലയും ഇട്ട് അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിത് യൂസ് ചെയ്യാം. എൻ്റെ അമ്മയോട് ഞാൻ ഏറ്റവും കൂടുതൽ പ്രാവശ്യം ഉണ്ടാക്കി തരാൻ ആവശ്യപ്പെട്ടിട്ടുള്ള ഒരു ഡിഷാണ് റവ ഉപ്പുമാവ്. ആ ഒരു രുചി എനിക്കത് ഒരിക്കലും കിട്ടത്തില്ല. അമ്മ വയ്യാതിരിക്കുമ്പോൾ അമ്മയുടെ കൂടെ കിടന്നേച്ച് ഞാനിങ്ങനെ ചോദിക്കുമായിരുന്നു, അമ്മേ എനിക്ക് ഉപ്പുമാവ് ഉണ്ടാക്കി തരുന്നില്ലെന്ന്. അപ്പോൾ അമ്മ ഇങ്ങനെ എന്നെ നോക്കുമായിരുന്നു. ഇപ്പോൾ എനിക്കതെല്ലാം ഓരോ ഓർമ്മകളായി. ഇതാ നമ്മുടെ നുറുക്ക് ഗോതമ്പിൻ്റെ ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിതൊരു സെർവിങ് ഡിഷിലേക്ക് ഇതിനെ മാറ്റട്ടെ. കണ്ടോ, ഇത് കണ്ടപ്പോൾ നിങ്ങൾക്ക് ഇതൊന്ന് ഉണ്ടാക്കണമെന്ന് തോന്നിയില്ലേ? നല്ല ഹെൽത്തി ആയിട്ടുള്ള നുറുക്ക് ഗോതമ്പിൻ്റെ ഉപ്പുമാവ്. Thank you so much for watching my videos. Love you all.